ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, രാവിലെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഉണർവുണ്ടാകുന്ന, ഉന്മേഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്തെ നമ്മൾ വേണ്ട രീതിയിൽ ഉൾപ്പെടുത്തിയാൽ, വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്കത് അന്നത്തെ വൈകുന്നേരം ആകുന്നതുവരെ, അന്നത്തെ ദിവസം കഴിയുന്നത് വരെ ആ ഒരു പുതിയ എനർജിയും ഉന്മേഷവും ഉണർവും ആ ഒരു മാനസികമായ ശക്തിയും നമുക്ക് കിട്ടുന്നതാണ് രാവിലെ. അതുകൊണ്ടാണല്ലോ ഇസ്ലാം പറഞ്ഞത്, ആ ഒരു സുബ്ഹി നമസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യം ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് രാവിലെ ഒരു 5 മിനിറ്റ് സമയം നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട്, എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട്, ഒന്ന് നട്ടെല്ലെല്ലാം നിവർത്തി ഒന്ന് ശരിയായ രീതിയിൽ ഇരുന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവന്ന് നമ്മളെ ഒന്ന് നമ്മൾ ചിന്തിക്കാം. എന്നിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, സമാധാനങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് മനസ്സ് തട്ടി പറയുക. അത് കഴിഞ്ഞ് പിന്നെ വിഷമങ്ങളും വേദനകളെല്ലാം, നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് റബ്ബിലേക്ക് തവക്കൽതു അലല്ലാഹ് എന്ന രീതിയിൽ ഒന്ന് മനസ്സിലേക്ക് അതും കൊണ്ടുവരിക. എന്നിട്ട് ദീർഘമായൊരു ശ്വാസം എടുത്തിട്ട് 1:2 എന്ന ലെവലിൽ നമ്മൾ ബ്രീത്തിങ് ചെയ്യുക. ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ജസ്റ്റ് അതൊന്ന് അവിടെ ഉള്ളിലൊന്ന് ഹോൾഡ് ചെയ്യുക. പിന്നെ ഒന്ന് പുറത്തോട്ട് സാവധാനം വിടുക. ഉള്ളിലോട്ടെടുക്കുക, സാവധാനം തന്നെ ഉള്ളിലോട്ടെടുക്കുക. നമ്മുടെ ഉള്ളിൽ അത് ഹോൾഡ് ചെയ്യുക. പുറത്തോട്ട് 1:2 എന്ന ലെവലിലാകുമ്പോൾ ഉള്ളിലോട്ട് 1 ആണെങ്കിൽ പുറത്തോട്ട് 2 എന്ന ലെവലിലാണ്. പിന്നെ നമ്മുടെ സമാധാനം ഇങ്ങനെ എന്ന് അതിനനുസരിച്ച് ചെയ്യുക. അത് ചെയ്യുമ്പോൾ പുറത്തോട്ട് അതിൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന ഒരു ദുആനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു 7 പ്രാവശ്യമെങ്കിലും സാവധാനം ചെയ്യാം. 7 പ്രാവശ്യം എന്നുള്ളത് അത് രാവിലത്തെ മോർണിംഗ് അദ്കാറിൽ 7 എന്ന് പറയുന്നുണ്ട്. അതങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വരെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ചെയ്തിട്ട് അവസാനത്തേൽ നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മളിങ്ങനെ നെയ്യത്ത് പോലെ ചിന്തിക്കുക. പഠിച്ചോനെ, ഞാനിന്ന് ശുക്ർ ചെയ്യുന്നവളായിരിക്കും, ഞാനിന്ന് സ്വബർ സ്വീകരിക്കുന്നവളായിരിക്കും എന്ന ലെവലിൽ, അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ചെയ്യുന്നവനായിരിക്കും എന്ന ലെവലിൽ ചിന്തിക്കുക. എന്നിട്ട് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന മനസ്സ് തട്ടി പറയുക. അവസാനം അതോടുകൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് നമ്മുടെ ഒരു കരുത്ത് കിട്ടുന്നതാണ്. അന്ന് കരുത്ത് എന്ന് പറഞ്ഞാൽ ഈമാനികമായൊരു കരുത്ത്. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളില്ലാതെ സൂക്ഷിക്കാനും, എന്തെങ്കിലും വന്നാൽ അതിനെ റബ്ബിൻ്റെ പൊരുത്തത്തിലായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യാനും അതിനെ നേരിടാനും ഒക്കെയുള്ളൊരു കരുത്ത് നമുക്ക് മാനസികമായിട്ട് കിട്ടുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.